അപ്പോൾ സംഭവം അടിപൊളിയായില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനി നമുക്കിത് ഔട്ട്ഡോർ വെച്ചിട്ടൊന്ന് ഓണാക്കി നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി ഒരു ബബിൾസ് മേക്കിംഗ് ഹോം. ബബിൾസുകൾ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വീട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളും മുതിർന്നവരൊക്കെ ആദ്യം തൊട്ട് അവസാനം വരെ ക്ലിയർ ആയിട്ട് കണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഹോം വീട്ടിലുണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം. ഇത് വീട്ടിലുണ്ടാക്കി വെറുതെ വെക്കാതെ മാത്രമല്ല, ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെ. സാധാരണ വെറുതെ കുഞ്ഞ മോട്ടറും ഫാനും അതൊന്നുമല്ല, നമ്മൾ ഒരു എയർ ബ്ലോവർ വെച്ചിട്ട് തന്നെയാണ് ഇത് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അതൊരു അവസാനം വരെ കാണുക. ഇത് നമുക്ക് ഭാവിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത്രയും അധികം മെറ്റീരിയലാണ് നമ്മളിതിന് യൂസ് ചെയ്യണത്. അപ്പോൾ ഒരുവിധം സംഭവങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഇതിനൊരു ബേസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് നമ്മളിത് ഒരു ഫോറസ്റ്റിൻ്റെ ഒരു 6 mm ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ബ്ലോവർ ഇതാണ്, എയർ ബ്ലോവർ. ഇത് നമുക്ക് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ കിട്ടും. ഏകദേശം ഒരു 400 രൂപ 300 രൂപയൊക്കെ റേഞ്ച് വരുന്നുള്ളതിന്. അപ്പോൾ ഇതിങ്ങനെയാണ് ഷേപ്പ് ഇത് കിട്ടുക. അപ്പോൾ ഇത് നമുക്ക് ഈ ബേസിൽ വെച്ച് ആദ്യം സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഒരു സ്റ്റാൻഡ് ഇതിൻ്റെ അടിയിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിന് ഇതുപോലെ തന്നെ നമ്മൾ 2 മൾട്ടിവുഡിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു സ്റ്റാൻഡ് പോലെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ആ ബേസിൽ 2 സ്റ്റാൻഡ് പോലെ 2 കട്ട മൾട്ടിവുഡ് ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു ബേസായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുമ്പോൾ നമ്മുടെ ബ്ലോവർ വെച്ച് ആദ്യം തന്നെ സെറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് മറ്റു പണികളിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ബ്ലോവർ. ഈ ഒരു മോഡലിൽ നമുക്ക് വെച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് ഒരു യു ക്ലാമ്പ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ യു ക്ലാമ്പ് വെച്ച് നമുക്ക് സ്ക്രൂ ചെയ്ത് അതിൽ പിടിപ്പിക്കാം. നമ്മളങ്ങനെ ഈ എയർ ബ്ലോവർ നമ്മൾ ഈ ബേസ്മ വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമ്മൾ എയർ ബ്ലോവർ സ്റ്റാൻഡും വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പണിയിലേക്ക് കിടക്കാം. ഇനി നമുക്ക് ഈ എയർ ബ്ലോവറിൽ നിന്ന് നമുക്കൊരു പൈപ്പ് വേണം. ഈ പൈപ്പ് കൂടിയാണ് നമുക്ക് ബബിൾസ് പോകാനുള്ള എയർ തള്ളുക. അപ്പോൾ നമുക്കിത് നമ്മൾ ഒരു PVCയുടെ ഒരു പീസ് പൈപ്പും അതിൻ്റെ ഒരു ടീയും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ആദ്യം ജോയിൻ ചെയ്യാം. ഈ ടീ നമ്മൾ ആ PVC നമ്മൾ ജോയിൻ ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ബ്ലോവറിൻ്റെ ടോപ്പിൽ എയർ തള്ളണതാണ് ഈ ഹോളി കൂടെ. അപ്പോൾ നമ്മൾ അതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊരു ക്യാബിൻ പോലെ നമുക്ക് തിരിക്കാം. നമുക്ക് നമ്മുടെ ഈ ബ്ലോവർ അങ്ങനെ പുറത്തേക്ക് കാണാണ്ടിരിക്കാനുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലായിട്ട് ഇവിടെ നമുക്ക് വാക്കം, ഇതിൻ്റെ ഈ ബ്ലോവർ വാക്കം സെക്ഷനാണ്, എയർ ഉള്ളിലേക്ക് വലിക്കുന്ന ഏരിയയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ മറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ മറയ്ക്കുന്ന പീസുമ്പോൾ നമ്മൾ ആ എയർ ഉള്ളിലേക്ക് വലിക്കാനുള്ള ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് വേണം. ഇതുപോലെ നമ്മൾ ഒരു പീസ് വെച്ച് ഹോള് അവിടെ ഇട്ടിട്ട് വേണം നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ. അതുപോലെ അടുത്ത പീസ് നമ്മൾ ഇപ്പുറത്ത് വെച്ച് കൊടുക്കാൻ പോണത് ഇത് വേണം നമുക്ക് നമ്മുടെ ബബിൾസ് വരാനുള്ള പങ്ക് ഫിറ്റ് ചെയ്യേണ്ട സ്ഥലം. ഇതുമേയാണ് നമ്മൾ മോട്ടറൊക്കെ വെച്ചിട്ട് നമ്മൾ കറക്കാനും അതുപോലെ തന്നെ നമ്മുടെ ലിക്വിഡൊക്കെ വെക്കാനുള്ള പോർഷനൊക്കെ ഇതാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മൾട്ടിവുഡിൻ്റെ ഒരു പീസ് തന്നെയാണ്. ഏകദേശം ഈ പൈപ്പിൻ്റെ നേരെ വരാൻ പാകത്തിന് നമുക്ക് ഈ പീസ് വെച്ച് ഒട്ടിക്കാം. അപ്പോൾ നമ്മളിത് ഈ ബ്ലോവറിൻ്റെ ഒരു ക്യാബിൻ പോലെ നമ്മളിത് ഫുള്ള് തിരിച്ചിട്ടുണ്ട്. നമ്മൾ മൾട്ടിവുഡ് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. ഈ ഒരു ഷേപ്പിൽ നമ്മൾ ബ്ലോവർ തിരിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത പണികളൊക്കെ കിടക്കാം. അപ്പോൾ ഒരു വീടിൻ്റെ ഷേപ്പിലാണ് നമ്മൾ ഈ ബബിൾസ് ഹോം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കൊരു വീടിൻ്റെ ഷേപ്പ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഇനി മറയ്ക്കാനുണ്ട്. അപ്പോൾ നമുക്കതൊരു ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് വീടിൻ്റെ ഷേപ്പ് താഴെ തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഒരു 2 നില വീടിൻ്റെ ഷേപ്പിൽ നമുക്കത് അങ്ങോട്ട് പണിത് തുടങ്ങാം. അപ്പോൾ ഇതുപോലെ ഒരു പീസ് നമുക്ക് ഇവിടെ ചൊട്ടിക്കാം. അതിനുശേഷം ഇതാണ് നമ്മുടെ വീടിൻ്റെ മേൽക്കൂര. അത് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഫോറസ്റ്റിൻ്റെ ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. അത് നമുക്ക് വെച്ച് മറയ്ക്കാം. അപ്പോൾ ഓൾറെഡി നമ്മുടെ അടിയിലത്തെ ബ്ലോവർ കാണൂല, ഒരു വീടിൻ്റെ ഷേപ്പിൽ അവിടെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ താഴത്തെ വീടിൻ്റെ മേൽക്കൂര വെച്ച് കഴിഞ്ഞു.
ഇനി നമുക്ക് ഈ വീടിൻ്റെ രണ്ടാമത്തെ നിലയ്ക്കാണ് പണിയേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഗ്യാപ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗ്യാപ്പുകളൊക്കെ ഭംഗിയായിട്ട് ഇതിൻ്റെ ഈ മൾട്ടിവുഡിൽ ഓരോ പീസുകൾ വെച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ വീടിൻ്റെ ഒരു പകുതി പണി കഴിഞ്ഞ് നമ്മൾ ഈ സൈഡ് ചെറിയ ചെറിയ കട്ടകളൊക്കെ വെച്ച് നമ്മൾ പണിത്രയൊക്കെയുണ്ട്. അതുപോലെ ഇനി ഈ സൈഡും കൂടി ഓപ്പണായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈഡ് ഓപ്പണായി കിടന്നത് നമ്മൾ ഗ്രില്ലൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡും കൂടി അടയ്ക്കണം അതുപോലെ. പക്ഷെ അത് അടയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ചും കൂടി പണികളുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഈ പങ്ക് കറങ്ങാനുള്ള മോട്ടർ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും പങ്ക് കറങ്ങും, രണ്ട് സൈഡിലും ബബിൾസ് പോകും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ ഓരോ മോട്ടർ വെച്ച് കൊടുക്കണം, അതിൻ്റെ കണക്ഷൻ ബാറ്ററി കണക്ഷൻ കൊടുക്കണം. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സൈഡ് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇതാണ് മിനി മോട്ടറാണ്, നമ്മൾ ചെറിയ മോട്ടറാണ് ഉപയോഗിക്കണത്. ആ മോട്ടർ നമ്മൾ ഇവിടെ ഒരു ഗ്രൂ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓൾറെഡി ആദ്യം തന്നെ ചെയ്ത് വെച്ചാണ്. അപ്പോൾ അതിലേക്ക് നമുക്കിങ്ങനെ കറക്റ്റായിട്ട് ഇറക്കി കൊടുക്കാം, അവിടെ ടൈറ്റ് ആയി നിന്നോളും. അതുപോലെ തന്നെ ഈ സൈഡിലും നമുക്ക് ഒരു മിനി മോട്ടർ കറക്റ്റ് ഇറക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള കണക്ഷൻ കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു ബാറ്ററി കണക്ഷനാണ് വേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു 2-3 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 മോട്ടറും കറക്കാം. അപ്പോൾ അതിനൊരു ബാറ്ററി കണക്ഷനും ഒരു സ്വിച്ചും നമുക്ക് ഇതിന് പിടിപ്പിക്കാൻ ശേഷം നമുക്ക് പങ്കയുടെ പണികൾ ചെയ്യാം. നമുക്കപ്പോൾ ഈ മോട്ടറിലേക്കുള്ള കണക്ഷൻ ആദ്യം കൊടുക്കാം. 2 പീസ് വയർ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സൈഡിലേക്കുള്ള മോട്ടറിലേക്കുള്ള കണക്ഷൻ പിടിപ്പിക്കാം. അതുപോലെ ഇപ്പുറത്തെ സൈഡിലേക്കുള്ള മോട്ടറിലേക്കുള്ള കണക്ഷൻ കൂടി നമുക്ക് കൊടുക്കാം. അങ്ങനെ നമ്മൾ മോട്ടറിലേക്കുള്ള 2 കണക്ഷൻ വയറിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സ്വിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കിത് പുറത്തുനിന്ന് എപ്പോഴും ഓഫാക്കി ഓണാക്കി ചെയ്യണമെങ്കിൽ ഒരു സ്വിച്ച് വഴി നമുക്ക് പുറത്തുനിന്ന് ഓഫാക്കി ഓണാക്കി ചെയ്യാം. അപ്പോൾ നമുക്ക് ആ സ്വിച്ച് ഇവിടെ ഒട്ടിച്ച് വെക്കാം. അതിന് മുന്നേ നമുക്ക് ഈ കണക്ഷനും ഈ ബാറ്ററി സ്വിച്ചും കൂടിയിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ബാറ്ററിയുടെ നമുക്ക് പോസിറ്റീവ് കണക്ഷൻ നമുക്ക് സ്വിച്ചുമ്മയ്ക്ക് നേരിട്ട് കൊടുക്കാം. ഇതാണ് ബാറ്ററിയുടെ പോസിറ്റീവ്. നമുക്ക് സ്വിച്ചിലായത് തന്നെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ അത് നമ്മൾ സ്വിച്ചിലേക്കുള്ള കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ആ പോസിറ്റീവ് സ്വിച്ചിലേക്ക് ബാറ്ററിയുടെ പോസിറ്റീവ് കൊടുത്തു. അതുപോലെ തന്നെ മോട്ടറിൻ്റെ 2 പോസിറ്റീവും ആ സ്വിച്ചിൽ നിന്ന് എടുത്ത് കൊടുത്തു. ഇനി നമുക്ക് 2 നെഗറ്റീവ് കണക്ഷൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അത് രണ്ടും ഇതുപോലെ തന്നെ ജോയിൻ ചെയ്യാം. അതിനുശേഷം ഈ ബാറ്ററിയിൽ നിന്ന് നെഗറ്റീവ് അതിൽ വെച്ച് നമുക്ക് സോൾഡർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ സ്വിച്ച് നമുക്ക് ഇവിടെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ബാറ്ററി നമുക്ക് ഇതിനുള്ളിൽ തന്നെയാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു പോർഷൻ നമ്മൾ ബാറ്ററിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അവിടെ ഇട്ടാൽ മതി ബാറ്ററി. അത് അതിനുള്ളിലല്ലേ നമ്മൾ അടയ്ക്കുന്നത് കാരണം പിന്നെ കാണില്ല. അപ്പോൾ അവിടെ കിടന്നോട്ടെ. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ വെച്ച് കൊടുക്കാൻ കവർ ചെയ്യുന്ന സംഭവം നമുക്ക് ഇത് ഒട്ടിക്കാൻ പാടില്ല. നമുക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ എന്തെങ്കിലും ബാറ്ററി മാറ്റിയിടണമെങ്കിൽ നമുക്ക് ഇത് സ്ക്രൂ അടിച്ചിട്ട് നമുക്ക് ബാറ്ററി എടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മോട്ടറിൻ്റെ കണക്ഷൻ കൊടുക്കലൊക്കെ കഴിഞ്ഞു. ഓൾറെഡി ഇപ്പോൾ മോട്ടർ സ്വിച്ച് ഇട്ടാൽ ഓൺ ആക്കുന്ന സിസ്റ്റം ആയിട്ടുണ്ട്. ഇനി നമുക്കപ്പോൾ ഈ സൈഡും കൂടി നമുക്ക് കവർ ചെയ്യാം. എന്നിട്ട് നമുക്ക് ബാക്കി പണികൾ ചെയ്യാം. അപ്പോൾ നമ്മളത് ഓട്ടോമാറ്റിക് ബബിൾസ് ഹോമിൻ്റെ ഏകദേശം ഒരു 3/4 ഭാഗം പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൈഡും ഗ്രില്ല് വെച്ച് അടച്ചു, സൈഡ് അടച്ചു. ഇപ്പോൾ ഏകദേശം ഒരു വീടിൻ്റെ ഒക്കെ ഷേപ്പിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ മോട്ടറുമ്പോൾ നമുക്ക് അതിന് നമ്മുടെ ഈ ലിക്വിഡ് കറക്കാനുള്ള പങ്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ പല ആളുകളും പല രീതിയിൽ ആ സാധനം ഉപയോഗിക്കാറുണ്ട്. ചില ആളുകൾ CD ഒക്കെ വെക്കാറുണ്ട്. നമ്മൾ അതല്ല ചെയ്യണം. നമ്മൾ ഒരു സൈഡിൽ നമുക്ക് CD യും ഒരു സൈഡിൽ നമുക്ക് കമ്പി വളച്ച് ഹോളുകൾ ഉണ്ടാക്കിയിട്ട് ഒരു വട്ടം ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ സൈഡിൽ ഫിറ്റ് ചെയ്യാം, ഒരു സൈഡിൽ നമുക്ക് ഹോൾ ചെയ്യാം. അപ്പോൾ നമുക്ക് പല ടൈപ്പിലുള്ള ബബിൾസുകൾ, പല രീതിയിലുള്ള ബബിൾസുകൾ 2 സൈഡിലേക്കും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു നൂൽക്കമ്പി എടുക്കുക. ഇങ്ങനെ എന്തെങ്കിലും ഒരു പെന്നെടുത്ത് അതുമ്പോൾ നമുക്ക് കറക്റ്റ് റൗണ്ടായിട്ട് അതിങ്ങനെ ചുറ്റിടക്കാം. അപ്പോൾ ഇവിടെ ഒരു റൗണ്ട് നമ്മൾ ചെയ്തു, അതൊന്ന് ലോക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇതേപോലെ ഇങ്ങനെ വട്ടം കെട്ടി അതിന് ശേഷം വീണ്ടും ഇപ്പുറത്ത് ആ മാർക്കർ വെച്ച് കൊടുക്കുക. അവിടെ നമുക്കൊരു വട്ടം ഉണ്ടാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു 4 ഹോളുള്ള രീതിയിൽ ഒരു കമ്പി നമ്മൾ വളച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊരു 5-10 കമ്പികൾ വളച്ചെടുത്തിട്ട് വേണം നമുക്ക് അതിൻ്റെ ആ റൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളപ്പോൾ ആ കമ്പി നൂലുകൊണ്ട് ഉണ്ടാക്കിയ വട്ടങ്ങൾ ഇങ്ങനെ 4 വട്ടങ്ങൾ വെച്ചിട്ടുള്ള ഒരു 2, 4, 6, 8 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് ഷീറ്റുമ്മേ ഇത് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് അപ്പോൾ നമുക്ക് വട്ടം. ഇത് നമുക്ക് നമ്മുടെ ഈ വീടിൻ്റെ സൈഡിൽ ഇതിൽ ഈ മോട്ടറുമ്പോൾ നമുക്ക് വെച്ച് ഫിറ്റ് ചെയ്യാനുള്ളതാണ്. ഈ സൈഡിലപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ പഴയ CD ഒക്കെ ഉണ്ടാവും. ആ CD ഹോളൊക്കെ ചെയ്ത് നമുക്ക് ഇവിടെ വീല് ചെയ്യാം. ഈ വീല് നമുക്ക് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഈ നൂൽക്കമ്പി ഉണ്ടാക്കിയ വീല് നമുക്ക് ഈ സൈഡിൽ ചെയ്യാം. അപ്പോൾ 2 സൈഡിലും വീലായി. ഇനി നമുക്ക് അപ്പുറത്ത് CD കൊണ്ടുള്ളൊരു വീലും കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ നമ്മൾ ഹോളിടുണ്ട്. അപ്പോൾ ഹോളിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ പിസറുകൾ ഇങ്ങനെ നമ്മൾ ആ സോൾഡറിങ് കഴിയുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ അത് നമുക്ക് ഒരു ബ്ലേഡ് എടുത്തിട്ട് കൈയൊന്നും മുറിയാണ്ട് ശ്രദ്ധിച്ച് ചെത്തി കളയണം. ചെത്തി ലെവലാക്കി എടുക്കാം.
അപ്പോൾ നമ്മൾ ഫുള്ള് ഹോള് ഇതുപോലെ നമ്മൾ അടുപ്പിച്ച് ഇങ്ങനെ ഹോള് കുത്തി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ഹോള് നമ്മൾ കുത്തി കറക്റ്റ് ചെയ്ത് ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്ത് നല്ല സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി വീലായിട്ട് യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനി അത് പിടിപ്പിക്കാം. അങ്ങനെ നമ്മൾ 2 വീലും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു CD പിന്നെ നമ്മൾ നൂൽക്കമ്പി കൊണ്ട് ഉണ്ടാക്കിയ ഒരു വീലും, 2 വീല് നമ്മുടെ കയ്യിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ബബിൾസ് ഹോം. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിൽ ഈ വീലും ഈ സൈഡിൽ ഈ CD, ഇത് രണ്ടുമാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 2ൽ നിന്നും ബബിൾസ് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിത് മോട്ടർ ഓൾറെഡി ഉണ്ട്. നമുക്ക് മോട്ടറിൻ്റെ ഒരു വീലുണ്ട്. ആ വീലാണ് നമുക്ക് ഇതുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുക. അതുമ്പോൾ നമുക്ക് ഇത് വെച്ച് ഒട്ടിച്ചെടുക്കാം. ഈ 2 വീലുമേ നമ്മളിപ്പോൾ മോട്ടർ കണക്ട് ചെയ്യാനുള്ള മോട്ടറിൻ്റെ ആ ചെറിയ ചക്രം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മോട്ടറിന്മേ അങ്ങനെ കയറ്റി കണക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്യാം. അതിനുശേഷം നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, 2 വീലും കറങ്ങുന്നുണ്ട്. ഓക്കെ, ഈ വീലും കറങ്ങുന്നുണ്ട്, ഈ വീലും കറങ്ങുന്നുണ്ട്. അപ്പോൾ വീലിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ നമുക്ക് നമ്മുടെ ലിക്വിഡ് വെച്ച് കൊടുക്കാനുള്ള ഒരു പോർഷൻ ഉണ്ടാക്കണം. ഒരു പ്ലേറ്റ് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ ആ ലിക്വിഡ് ഒഴിക്കുന്ന ട്രേ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് നമ്മളിത് ഇതുപോലെ ഒരു 3 പീസ് ഫോറസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് റൗണ്ട് ഷേപ്പാണ്, കാരണം നമ്മൾ CDയും ഇതൊക്കെ റൗണ്ടിലാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ലിക്വിഡ് വേസ്റ്റാക്കി കളയേണ്ട, ആ ഷേപ്പിൽ തന്നെ ലിക്വിഡ് ഒഴിക്കുന്ന ഒരു പാത്രമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് നമ്മൾ ഇതെടുത്തു. ഇനി നമുക്ക് പാത്രത്തിന് ഇതുപോലെ ഫോറസ് വെച്ച് ഒട്ടിക്കാം. അങ്ങനെ നമ്മളിത് ഈ പീസ് ഇതിൽ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് വെള്ളം ലീക്കാവാത്ത രീതിയിൽ നമ്മൾ ഗമ്മ് സൈഡിലേക്ക് കറക്റ്റൊക്കെ വെച്ചിട്ട് വേണം ഒട്ടിക്കാൻ. നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് ഒരു വൈറ്റ് കളർ ഫോറസ്റ്റിൻ്റെ പീസ് തന്നെയാണ്. ആ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ബാക്കിൽ വെച്ചിട്ട് ഒട്ടിക്കാം. അപ്പോൾ ഇത് നമ്മുടെ ലിക്വിഡ് ഒഴിക്കാനുള്ള ട്രേയുടെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഷേപ്പിലാണ് ട്രേ കിട്ടിയത്. അടിവശത്താണ് ലിക്വിഡ് വരേണ്ടത്. അപ്പോൾ നമ്മളിത് അത് ഏകദേശം അതിൻ്റെ അടി മുട്ടാത്ത രീതിയിൽ ഇതേപോലെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ സൈഡിലത്തെ വീല് നമ്മൾ വെച്ചു, അതിനടിയിൽ ട്രേ വെച്ച് കൊടുത്തു. ഇനി അതുപോലെ നമുക്ക് ഈ CDയുടെ സൈഡിലും അതുപോലെ ട്രേ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബബിൾസ് ഹോമിൻ്റെ ഏകദേശം ഒരു 3/4 ഭാഗം പണി കഴിഞ്ഞു എന്ന് പറയാം നമുക്ക്. അപ്പോൾ നമ്മൾ 2 ട്രേ വെച്ചു, അതുപോലെ വീല് വെച്ചു. ഓൾറെഡി നമുക്ക് സ്വിച്ച് ഇടുമ്പോൾ വീൽ കറങ്ങുന്നുണ്ട്, സെറ്റായിട്ട് കറങ്ങുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൽ ലിക്വിഡ് അപ്ലൈ ചെയ്യണം. പിന്നെ നമുക്ക് ഇതിൻ്റെ നമ്മൾ ടോപ്പ് വശം ഇങ്ങനെ പൈപ്പ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വീടിൻ്റെ മേൽക്കൂര ജസ്റ്റ് നമുക്ക് ഇതുപോലെ ഒരു ഷീറ്റ് വെച്ച് നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞു. പിന്നെ നമ്മൾ ലിക്വിഡ് ഒഴിച്ചാൽ മതി. ഇനി ലിക്വിഡ് എങ്ങനെ മിക്സ് ചെയ്യാന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഒരു ചില്ല് ഗ്ലാസ്സിൽ നമ്മൾ ഒരു 1/2 ഗ്ലാസിൻ്റെ മുകളിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മിക്സ് ചെയ്യാനുള്ളത് ഡിഷ് വാഷാണ്, വിമ്മിൻ്റെയാണ്. അപ്പോൾ നമ്മൾ ഒരു ഏകദേശം സ്പൂണിലൊക്കെ ആണെങ്കിൽ ഒരു 2 സ്പൂണൊക്കെ വരാൻ പാകത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 2 സ്പൂണ്, ചെറിയ സ്പൂണ് നമ്മളതിൽ ഒഴിച്ചു. അതിന് ശേഷം നമുക്ക് ഗ്ലിസറിൻ വീട്ടിലുണ്ടെങ്കിൽ ഗ്ലിസറിൻ ഒഴിക്കുക. അല്ലെങ്കിൽ നമുക്കൊരു 1/2 സ്പൂണ് പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഗ്ലിസറിൻ ഉണ്ട്. അപ്പോൾ ഒരു ലേശം ഗ്ലിസറിനും കൂടി നമ്മളതിൽ ഒഴിച്ചു. അതിനുശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ നമ്മൾ മിക്സ് ചെയ്തൊരു 10-15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല ഒരു എഫക്റ്റായി ഇത് കിട്ടും. മിക്സ് ചെയ്ത് അപ്പോൾ തന്നെ നമ്മളെടുത്ത് ഇത് ഒഴിക്കാൻ പാടില്ല. കുറച്ച് നേരം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ലിക്വിഡ് ഇപ്പോൾ ഒരു 15 മിനിറ്റോളം നമ്മൾ റെസ്റ്റ് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ലിക്വിഡ് നമ്മുടെ ഈ ട്രയലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബബിൾസ് മേക്കിംഗ് ഹോം ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം പറയാം, ഇതുകൊണ്ടുള്ള ഉപകാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ഉപകാരങ്ങളുണ്ട്. ഒന്ന്,
നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊരു പ്രൊഫഷണൽ രീതിയാണ് നമ്മൾ ഉണ്ടാക്കിയാണ്, നല്ല ബലത്തിലൊക്കെയാണ്. അപ്പോൾ നമുക്ക് പിള്ളേർക്കൊക്കെ പിറ്റത്ത് വെച്ച് ഇത് ഓണാക്കി ബബിൾസൊക്കെ പോകുമ്പോൾ അവർക്ക് സന്തോഷമാവും. അതുകൂടാതെ ഇതിൻ്റെ പ്രൊഫഷണൽ ഉപയോഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഈ സ്റ്റേജ് പ്രോഗ്രാമുകൾ, ഇപ്പോൾ ഉത്സവ സീസണൊക്കെയാണ് വരാൻ പോകുന്നത്, ഗാനമേളകൾ, സംഭവങ്ങളൊക്കെ നമ്മുടെ പല ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സുഹൃത്തുക്കൾ നമുക്ക് ഒരുപാടുണ്ട്. അവർക്കൊക്കെ ഉപകാരമുള്ളൊരു സംഭവമാണ്. കാരണം ഒരു നല്ല അടിച്ചുപൊളി പാട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഫോഗൊക്കെ ആളുകൾ ഇടാറുണ്ട്, അതുപോലെ ഗിൽറ്ററൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ നമുക്ക് ഈ ബബിൾസ് ആ സ്റ്റേജിൻ്റെ സെൻറ്ററിൽ കൊണ്ട് വെച്ചിട്ടാണ് ഓണാക്കി കഴിഞ്ഞാൽ സ്റ്റേജ് നിറച്ച് നല്ല ബബിൾസ് വരും. അപ്പോൾ ആ ലൈറ്റൊക്കെ അടിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഡാൻസ് കളിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനൊരു ഉപകാരം ഇതുകൊണ്ടുണ്ട്. പിന്നെ നമുക്ക് ഉത്സവങ്ങൾ അല്ലെങ്കിൽ ക്രിസ്തുമസ് ഒക്കെ വരാൻ പോകുന്നു. അപ്പോൾ ക്രിസ്തുമസ് ഒക്കെ വരുമ്പോൾ നമുക്ക് പുൽക്കൂടുകളിൽ ഇങ്ങനത്തെ ഒരു ബബിൾസ് മെഷീൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ആളുകൾക്ക് കാണാൻ, പുൽക്കൂട് കാണാൻ വരുന്നവർക്കൊക്കെ ഒരു പ്രത്യേക അനുഭവമായിരിക്കും. അതുപോലെ ഉത്സവങ്ങൾക്കൊക്കെ നമ്മൾ ഈ ഫാൻസി ലൈറ്റ്, മാല ബൾബൊക്കെ ഇടുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ നമുക്കതൊന്നും വേണ്ട. ഇതിൻ്റെ അടിയിൽ നിന്ന് ഒരു ഹാലജൻ ലൈറ്റ് പച്ച മഞ്ഞ വെച്ച് കൊടുക്കുക. ഇത് ഓണാക്കി കഴിഞ്ഞാൽ ആ കുമിളുകൾ ആ ലൈറ്റിൽ ഇങ്ങനെ പറന്ന് കിടക്കുന്നത് കാണാനൊക്കെ ഒരു നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളും നല്ല ഭംഗിയും ഉണ്ടാവുന്ന സംഭവമാണിത്. അപ്പോൾ നമുക്കിത് ഓണാക്കി നോക്കാം. അപ്പോൾ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞു, ഓണാക്കി നോക്കാം. അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മിഷനാണ്, അല്ലെങ്കിൽ കുട്ടികളാണ് ഇത് കൊണ്ട് കൂടുതൽ സന്തോഷവാന്മാരാകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നൊരു പുതിയ ആളെ പരിചയപ്പെടുത്താം. അങ്ങനെ നമ്മുടെ ജോക്കുട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ജോക്കുട്ടൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മളിത് ഓൺ ചെയ്യണം. അപ്പോൾ ജോക്കുട്ടൻ്റെ സന്തോഷമൊക്കെ എങ്ങനെയാണെന്ന് അറിയാം. ആ സന്തോഷമായിരിക്കും മറ്റു കുട്ടികളായാലും ഇത് കാണുമ്പോൾ. അപ്പോൾ ജോക്കുട്ടൻ നമുക്ക് ഓണാക്കല്ലേ? ഓണാക്കിയാലോ? ജോക്കുട്ടൻ്റെ ചിരിക്കാൻ കുറവില്ല, ജോക്കുട്ടൻ ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓണാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ഓൾറെഡി നമ്മൾ മോട്ടർ ആദ്യം ഇട്ടു, ഇപ്പോൾ കറങ്ങുന്നുണ്ട്. ഫ്ലവറിൻ്റെ സ്വിച്ചും കൂടി ഓണാക്കി. ജോക്കുട്ടനാണ് അടിപൊളി. ജോക്കുട്ടനാകെ പേടിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ സംഭവം അടിപൊളിയായില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനി നമുക്കിത് ഔട്ട്ഡോർ വെച്ചിട്ടൊന്ന് ഓണാക്കി നോക്കാം. പുറത്താവുമ്പോൾ ഒന്നും കൂടി നല്ല ഫുള്ളായിട്ട് സംഭവം വരും. അപ്പോൾ ഇത് ഏകദേശം ഒരു സെക്കൻഡിൽ ഒരു 500,000 കുമ്പിളുകളോളം വരുന്നുണ്ട്. കാരണം ഇത് ഡബിൾ എഞ്ചിനാണ്, 2 സൈഡിൽ എഞ്ചിൻ വെച്ചിട്ടാണ്. അങ്ങനത്തെ ഒരു മെഷീൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മേക്കർ ഇതേവരെ ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് 2 എഞ്ചിൻ വെച്ച് 2 പങ്ക വെച്ചിട്ടുള്ള ഒരു മെഷീൻ. അപ്പോൾ ഏകദേശം ഒരു 500,000 കുമ്പിളുകളാണ് ഇത് സെക്കൻഡ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക. നമുക്കിനി ഇത് പുറത്ത് കൊണ്ടുപോയിട്ട് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ജോക്കുട്ടന് ഇഷ്ടമായി തോന്നുന്നുണ്ട് ഇത് കണ്ടിട്ട്. ജോക്കുട്ടന് ഫസ്റ്റ് ഒന്ന് പേടിച്ചെങ്കിലും ജോക്കുട്ടൻ പിന്നെ ഹാപ്പിയായി. അപ്പോൾ നമുക്കിത് ഒരു ഔട്ട്ഡോർ വെച്ചിട്ടൊന്ന് ഓൺ ചെയ്ത് ഇത് നമുക്കിതിൻ്റെ ഭംഗി കാണാം. അപ്പോൾ നമ്മുടെ ബബിൾസ് മെഷീനിൽ നിന്ന് ബബിൾസ് പോണത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അടിപൊളിയായിട്ട് നമ്മൾ കുറേ കുട്ടിപ്പട്ടാളൊക്കെ കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി എൻജോയ് ചെയ്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ജോക്കുട്ടനും നേരത്തെ ഉണ്ടായില്ല ഇവരുടെ കൂടെ കളിക്കുക. അപ്പോൾ നമുക്ക് ഒന്നുകൂടി അത് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വീൽ ഓണാക്കി അതിന് ശേഷം മോട്ടർ ഇട്ടു. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികൾപ്പെട്ടാൾ എല്ലാവരും ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മുടെ ചാനൽ
ഇപ്പോൾ നമ്മൾ ജോക്കുട്ടനും നമ്മുടെ കുട്ടിപ്പട്ടാളം എല്ലാവരും നല്ല ഹാപ്പിയാണ്. അടിപൊളി സംഭവമാണ് നമ്മുടെ ബബിൾസ് മേക്കിംഗ് ഹോം. അപ്പോൾ ജോക്കുട്ടനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പറ്റുന്നവരെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കുക. നമുക്ക് പെരുന്നാളുകൾക്കാ മറ്റുള്ള ഉത്സവങ്ങൾക്കാ അല്ലെങ്കിൽ ഇതേപോലെ സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല സംഭവമാണ്. ഒരു പ്രൊഫഷണൽ ടച്ചിലാണ് നമ്മൾ ഉണ്ടാക്കിയേക്കണേ. അപ്പോൾ നമുക്കിത് കൊണ്ടുപോകാനും ഉപയോഗിക്കാനൊക്കെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഈ വീഡിയോയ്ക്ക് ഒരു നല്ല ലൈക്ക് തരിക. അപ്പോൾ ലൈക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയിടുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ള കൂട്ടുകാരിലേക്കോ ഫാമിലിക്കോ ഒക്കെ എത്തിച്ചു കൊടുക്കുക. പിന്നെ എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ കമൻറ്റുകൾ നമുക്ക് തരിക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ നല്ല അടിപൊളി വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ ജോക്കുട്ട എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ് അവിടെ നോക്കി പറയടാ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ജോക്കുട്ടനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബൈ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.